അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖ്തസർ 96, അഹ്വാലുൽ മുസ്നദ് 9, പേജ് നമ്പർ 140. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി. അപ്പോൾ വഖദ് ബുയ്യിന ദാലിക തഫ്സീലു ഫീ ഇൽമിൻ നഹ്വി. ആ തഫ്സീല് ഇൽമുൻ നഹ്വിൽ എന്തായിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്. വഫി ഹാദൽ കലാമി, മുസന്നിഫിന്റെ ഈ കലാമിലുണ്ട്. മുസന്നിഫിന്റെ ഈ കലാമിലുണ്ട്. ഏതാ കലാമ്? വഅമ്മാ തഖീദുഹു ബിശ്ശർത്തി എന്ന് പറഞ്ഞ കലാമില് ഇശാറത്തുൻ, ഇശാറത്തുണ്ട്. ഇലാ അന്ന ശർത്ത ഫി ഉർഫി അഹ്ലിൽ അറബിയ്യ, അഹ്ലുൽ അറബിയ്യത്തിന്റെ ഉറുഫിൽ ഷർത്ത് എന്നാൽ ഖൈദുൽ ലി ഹുക്മിൽ ജസാഇ, ജസാ എന്ന ഹുക്മിനുള്ള ഖൈദാണ്. ഷർത്ത് എന്താണ്? ഖൈദാണ്. മിസ്ലൽ മഫ്ഊലി ബിഹി, മഫ്ഊലി ബിഹി പോലെ. അപ്പോൾ അത് ഫദ്ലയിൽപ്പെടും. ഷർത്ത് എന്താവും? ഫദ്ലയിൽപ്പെടും. കലാമിന്റെ റുക്നാവുകയില്ല. ഫദ്ലിനെ കളയൽ ജായിസുമാണ്. വനഹ്വിഹി, മഫ്ഊലി ബിഹി പോലത്തതുപോലെ. ഫഖൗലുക, നിന്റെ കൗല്, ഇൻ ജിഇതനി, നീ എന്റെ അടുക്കൽ വന്നാൽ, ഉക്രിംക, നിന്നെ ഞാൻ ബഹുമാനിക്കും. അവിടെ എന്താണ്? ഷർത്ത് മാലിയായി അല്ലേ? ജവാബ് എന്തായി? മുദാരിയായി. എന്താ നമ്മൾ പറഞ്ഞത്? വബഅദ മാലിൻ റഫഉകൽ ജസാ ഹസൻ വറഫഉഹു ബഅദ മുദാരിഇൻ വഹൻ. മാലിയുടെ ശേഷം റഫഉകൽ ജസാ, ജസാഇനിക്ക് അല്ലെങ്കിൽ ജവാബിനിക്ക് നീ റഫഇ ചെയ്യൽ ഹസനും നല്ലതാണ്. നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജസ്മ് ചെയ്യലാണ് ഏറ്റവും നല്ലത് എന്നാവാം. ഖുനൂത്തിന്റെ ശേഷം റബ്ബ് ഗ്ഫിർ വർഹം വഅന്ത ഖൈറുർ റഹീമീൻ, അത് പറയൽ നല്ലതാണ്. നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും നല്ലതാണെന്ന് കിട്ടുകയില്ല. പിന്നെ അപ്പോൾ ഇവിടെ ഇഞ്ചി ഇത്തനി ഉക്കിരിമുക്കാന്നും പറയാം, ഉക്കിരിമുക്ക എന്ന് രണ്ടും പറയാം എന്ന് കിട്ടി. ഇഞ്ചി ഇത്തനി, എന്റെ അടുക്കൽ നീ വന്നാൽ നിന്നെ ഞാൻ ബഹുമാനിക്കും. ഉക്കിരിമുക്ക, ഉക്കിരിമുക്ക, അങ്ങനെയാണല്ലോ പറഞ്ഞത്. റഫഉക്കൽ ജസാ ഹസൻ, ജസാഇനിക്ക് റഫു ചെയ്യൽ ഹസനാണ്, നല്ലതാണ്. അവിടെ അൽഫിയലി സർഹൈജ് കൊടുത്തിട്ടുണ്ട്. വഫുഹിമ മിൻ ഖൗലിഹി ഹസൻ അന്നഹു കസീറുൻ വലാ യുഫ്ഹമു മിന്നു അഹ്സനു മിനൽ ജസ്മി. ജസ്മിനേക്കാൾ അഹ്സനാണെന്ന് കിട്ടൂല. ബലിൽ ജസ്മു അഹ്സനു എന്നാണ്. ലിഅന്നഹു അലൽ അസ്ലി. ജസ്മിനേക്കാൾ നല്ലതാണെന്ന് കിട്ടൂല, ജസ്മാണ് അഹ്സന്. ഏതായാലും രണ്ടും പറ്റും. നമ്മുടെ വിഷയം ഇപ്പൊ അതല്ലല്ലോ, റഫഉം ജസ്മുമല്ല. ഇവിടെ ഉക്രിംക, ഞാൻ ഇക്റാമ് ചെയ്യുന്നു ആ മുസ്നദായ ഫീലിന് ഇൻജിഇത്തനി എന്ന കൈത് കൊടുത്തു. ഈ കൈത് ജസാ എന്ന ഹുക്മിനുള്ള കൈതാണ്. അത് ബി മൻസിലത്തി കൗലിക്ക, നിന്റെ കൗലിന്റെ സ്ഥാനത്താണ്. ഉക്രിമുക്ക, നിന്നെ ഞാൻ ഇക്റാമ് ചെയ്യുന്നു. വഖ്ത മജീഇക ഇയ്യായ, നീ എന്റെ അടുക്കൽ വരുന്ന ആ ടൈമിൽ ഞാൻ നിന്നെ ഇക്റാമ് ചെയ്യും എന്നാ. അപ്പൊ വന്നിട്ടില്ലെങ്കിൽ ഇക്റാമില്ല. വന്നാലോ നേരത്തെ ജമ്മുൽ ജവാമിൽ പറഞ്ഞത് അനുസരിച്ച്
വലാ യൽസമു മിൻ വുജൂദിഹി വുജൂദുൻ വലാ അദമുന്നാണല്ലോ. ലിദാത്തിഹി എന്നവിടെ കൂട്ടിക്കൊടുക്കണം. നിന്നെ ഞാൻ ഇക്റാം ചെയ്യും നീ എന്റെ അടുക്കൽ വരുന്ന വഖത്തിൽ. അപ്പൊ വന്നിട്ടില്ലെങ്കിൽ ഇക്റാമില്ല, വന്നാലോ ഇക്റാം ഉണ്ടാവാം, ഉണ്ടാകാതിരിക്കാം. പിന്നെ ചില ഖുസൂസിയത്തുകളെ കൊണ്ട് ഇക്റാം ഉണ്ടാവും. കാരണം ഇതെന്തിനിവനോട് പറഞ്ഞു എന്ന് നോക്കണം. ഷർത്തായ നിലക്ക് ഇവിടെ ജവാബുണ്ടായിക്കോളണമെന്നില്ല എന്നാണ് പറഞ്ഞത്. വരവിനാൽ ഇക്റാം ലാസിമില്ല എന്ന് പറഞ്ഞാൽ വന്നാൽ അവിടെ ഇക്റാം അവിടെ ഉണ്ടായേ പറ്റൂ എന്നില്ല എന്നർത്ഥം. ഇക്റാം ഉണ്ടാവാം, ഉണ്ടാകാതിരിക്കാം. പക്ഷെ ഇത് എവിടെ പറയുള്ളൂ? നീ എന്റെ അടുക്കൽ വരുന്ന സമയത്ത് നീ ഇക്റാം ചെയ്യും. ഇവൻ എന്തോ വിശ്വസിച്ചു, ഞാൻ അവന്റെ അടുക്കൽ ചെന്നാൽ അവൻ എന്നെ ആദരിക്കൂല, ഞാൻ അവന്റെ അടുക്കൽ ചെന്നാൽ അവൻ എഴുന്നേറ്റ് നിൽക്കൂല. ചില ആൾക്കാർക്ക് ഉണ്ടല്ലോ അങ്ങനെ മനസ്സുണ്ട്, ഞാൻ എന്നെ കണ്ടാൽ എല്ലാവരും എഴുന്നേൽക്കണം. അപ്പോൾ ഞാൻ അവന്റെ അടുക്കൽ ചെന്നാൽ അവൻ എന്നെ ഇക്റാം ചെയ്യൂല എന്ന് മനസ്സിലാക്കിയ ഒരാളോട് ഇൻജിഇത്തനീ നീ എന്റെ അടുക്കൽ വന്നാൽ നിന്നെ ഞാൻ ഇക്റാം ചെയ്യും എന്ന് പറയുന്നത് ഈ വരുന്നവനെ ഇക്റാം ചെയ്യാനുള്ള ഷർത്താണ്. എന്ത് അവൻ വരൽ. അവിടെ ഇന്നിനെന്തിനു ഉപയോഗിച്ചു അതൊക്കെ നമ്മൾ പഠിക്കണം. അതോടുകൂടെ ഇസ്തിക്ബാലിൽ കാണല്ലോ ഇന്ന് ഉപയോഗിക്കുക. അതോടുകൂടെ മാലിയെ പറഞ്ഞു. അതൊക്കെ ചില കാരണങ്ങളുണ്ട്, അതൊക്കെ കിതാബിൽ പിന്നീട് പറയും. മുസ്തഖ്ബിൽ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് എന്തുകൊണ്ട് മാലി പറഞ്ഞു? ഒരു നഹ്വിന്റെ കിതാബിൽ ഇപ്പൊ പറഞ്ഞെന്താണ്? ഫിഇലൈനി യഖ്തലീന ശർത്തുൻ ഖുദ്ദിമ യതുലുൽ ജസാഉ വജവാബൻ നൂസിമ വമാലിയൈനി ഔ മുലാരിഐനി തുൽഫീഹിമാ ഔ മുതഖാലിഫൈനി. രണ്ടും മാലിയാവാം, രണ്ടും മുലാരി ആവാം, ഒന്ന് മാലിയാവാം മറ്റത് മുലാരി ആവാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇന്നിവിടെ ശക്കിനാണ്, അതുപോലെ തന്നെ ഇസ്തിക്ബാലിനും ആണ്. പിന്നെന്തുകൊണ്ട് ഇൻജിഇത്തനി മാലിയെ കൊണ്ടുവന്നു? അതൊക്കെ ചില കാരണങ്ങളുണ്ട്. ഇവിടെ പറയുന്നത് നീ എന്റെ അടുക്കൽ വന്നാൽ നിന്നെ ഞാൻ ബഹുമാനിക്കും എന്ന ഇൻജിഇത്തനി എന്ന് പറഞ്ഞത് ബി മനസ്സിലെത്തി കൗലിക്ക, നിന്റെ കൗലിന്റെ സ്ഥാനത്താണ്. ഉക്കരിമുക്ക വക്കത്ത മജീഇക്ക അല്ലെ ഇയായാത എന്നാ പറഞ്ഞത്. അപ്പോ ഈ ഷർത്ത് എന്താണ്? കൈതാണ്. അഹ്ലുൽ അറബിയ്യത്തിന്റെ ഭാഷയിൽ ജസാ എന്ന ഹുക്കുമിനുള്ള, അതായത് ജസായിനുള്ള കൈതാണ് എന്ന. വലാ യഖ്റുജുൽ കലാമു ബിഹാദ തഖീദി, ഈ കൈത് കൊടുക്കലുകൊണ്ട് കലാമു പുറത്തു പോണില്ല. അമ്മ ഒന്നിനെ തൊട്ട് പുറത്തു പോണില്ല. കാന അലൈഹി, കാന ഈ കലാമായിരുന്നു അലൈഹി ആ ഒന്നിന്റെ മേൽ, അങ്ങനത്തെ ഒന്നിനെ തൊട്ട് പുറത്തു പോണില്ല. ഏയ് പിന്നെ വലാ യഖ്റുജുൽ കലാമു, കലാമു പുറത്തു പോകുന്നില്ല. കലാമു ഇവിടെ ജസാ ആണ്. ഇവിടെ കലാമു ജസാ ആണ്. മറ്റത് കൈതാണല്ലോ. മറ്റത് കൈതായതുകൊണ്ട് കലാം എന്താണ്? ജസാ ആണ് കലാമ്. ആ കലാമ് പുറത്തു പോണില്ല. പിന്നെ ബിഹാദത്തഖീദി, ഈ കൈത് കൊടുക്കലുകൊണ്ട് അമ്മ ഒന്നിനെ തൊട്ട് പുറത്തു പോണില്ല. കാന, ഈ കലാമായിട്ടുണ്ട് അലൈഹി ആ ഒന്നിന്റെ മേൽ. അതെന്തിനാ? മിനൽ ഖബരിയത്തി, ഖബരിയത്തിനാലും വൽ ഇൻഷാഇയ്യത്തി, ഇൻഷാഇയ്യത്തിനാലും. അപ്പൊ ജസാ ആദ്യമേ ഖബറാണോ? എന്നാൽ ഷർത്തുണ്ടായാലും ഖബർ തന്നെ. ഇൻഷാ ആണോ? എന്നാ ഇൻഷാ തന്നെ എന്നാണ് പറഞ്ഞത്. ഇതാണ് അഹ്ലുൽ അറബിയ്യത്തിന്റെ ലുഗത്ത്. അങ്ങനെയാണ്.
പിന്നെ ബൽ ഇൻകാനൽ ജസാഉ ഖബറൻ, ജസാ ഖബറാണെങ്കിൽ ഫൽ ജുംലത്തു ഷർത്തിയ്യത്തു ഖബരിയത്തുൻ, ഷർത്തിയായ ജുംല ഖബരിയാണ്. ബൽ ഇൻകാനൽ ജസാഉ ഖബറൻ ഫൽ ജുംലത്തു ഷർത്തിയ്യത്തു ഖബരിയത്തുൻ നഹ്വു ഇൻ ജിഇതനി ഉക്രിംക, നീ എന്റെ അടുക്കൽ വന്നാൽ നിന്നെ ഞാൻ ഇക്റാമ് ചെയ്യും. ഇവിടെ ഉക്രിമുക്ക എന്താണ്? ഖബറാണ്. അപ്പോ ഈ ഇൻ ജിഇതനി ഉക്രിമുക്ക എന്ന് പറഞ്ഞത് ആ ഷർത്തിയ ജുംല ഖബരിയായ ജുംലയാണ് എന്ന് മനസ്സിലായി. മറ്റത് കൈതാണല്ലോ. വഇൻകാന ഇൻഷാഅൻ, ഈ ജസാ ഇൻഷാ ആണെങ്കിൽ ഫ ഇൻഷാഇയ്യത്തുൻ, ഷർത്തിയായ ജുംല ഇൻഷാഇയ്യത്തുമാണ്. നഹ്വു ഇൻ ജാഅക സൈദുൻ, സൈദ് നിന്റെ അടുക്കൽ വന്നാൽ ഫ അക്രിംഹു, അവനെ ഇക്റാം ചെയ്യുക. ഇപ്പോ ഇവിടെ ഇൻഷാഇയായ ഷർത്തിയായ ജുംല എന്നാണ് അഹ്ലുൽ അറബിയ്യത്തിന്റെ അടുക്കൽ ഇതിന് പേര്. വ അമ്മാ നഫ്സു ഷർത്തി, അപ്പൊ ഷർത്ത് സ്വന്തം, അതായത് ഇൻ ജിഇതനി എന്നത് ഒന്നാമത്തെ ഉദാഹരണത്തിൽ, അല്ലെങ്കിൽ ഇൻ ജാഅക എന്നത് രണ്ടാമത്തെ ഉദാഹരണത്തിൽ. അതുപോലെ മത്ത പറഞ്ഞാലും മഹുമ പറഞ്ഞാലും ഐന പറഞ്ഞാലും അന്ന പറഞ്ഞാലും ആ ഷർത്തിയായ ജുംല അത് സ്വന്തം. ഷർത്തിയായ ജുംലയല്ല, ആ ഷർത്ത് മാത്രം, ജവാബിനെ ഒഴിവാക്കി ഷർത്ത് മാത്രം. അവരെ ഷർത്ത് കൊണ്ടുള്ള ഉദ്ദേശം അദാത്തും ഫീലും കൂടി കൂടിയതാണ്. ഫഖദ് അഖറജത്തുഹുൽ അദാത്തു, അദാത്ത് ആ ഷർത്തിനെ പുറത്താക്കി, അനിൽ ഖബരിയത്തി, ഖബരിയത്തിനെ തൊട്ട് പുറത്താക്കി. കാരണം ഇൻ ജാഅക സൈദുൻ, ആ ഇന്നിനോട് ഒഴിവാക്കിയാൽ ജാഅക സൈദുൻ, നിന്റെ അടുക്കൽ സൈദു വന്നു, അതൊരു ഖബരിയ ജുംലയാണ്. അവിടെ ഇന്ന് വന്നു കടന്നപ്പോൾ ഇൻ ജാഅക സൈദുൻ, സൈദു വന്നാൽ ഇപ്പോൾ ഖബരിയത്ത് അല്ല. അതേ സമയത്ത് ഇൻ ജാഅക സൈദുൻ ഫ അക്രിംഹു എന്നുള്ളത് ഇൻഷാ തന്നെ. അതുപോലെ തന്നെ മറ്റേ ഉദാഹരണത്തിൽ ഇൻ ജിഇതനി ഉക്രിംക എന്ത് തന്നെ ഖബരിയായ ജുംല തന്നെയാണ്. അക്രിംഹു എന്നുള്ളത് ഇൻഷാഇയ ജുംല തന്നെയാണ്. ജവാബ് ഖബരിയാണോ എന്നാൽ ജുംല ഖബരിയായി, ജവാബ് ഇൻഷാ ആണോ എന്നാൽ ജുംല ഇൻഷാഇയായ ജുംലയായി. അപ്പൊ ഷർത്ത് മാത്രം ഫഖദ് അഖറജത്തുഹുൽ അദാത്തു, അദാത്ത് അതിനെ പുറപ്പെടുവിച്ചു, അനിൽ ഖബരിയത്തി, ഖബരിയത്തിനെ തൊട്ട് പുറപ്പെടുവിച്ചു, വഹിത്തിമാലി സിദ്ഖി വൽ കദിബി, സിദ്ഖിനും കദിബിനും ഇഹ്തിമാല് ആവലിനെ തൊട്ടും പുറപ്പെടുവിച്ചു. സെയ്ദ് വന്നാൽ എന്ന് പറഞ്ഞതിനെ കുറിച്ച് ആ പറഞ്ഞ ആളോട് സാദിക്കാണ് അല്ലെങ്കിൽ കാദിബാണെന്ന് പറയാൻ പറ്റൂല. അതേസമയത്ത് ഇന്നത് ഒഴിവാക്കി ജാഅക സൈദുൻ, എടോ നിന്റെ അടുക്കൽ സൈദ് വന്നു, അവനോട് എന്ത് പറയാം? നീ സാദിക്കാണ് അല്ലെങ്കിൽ കാദിബാണ് എന്ന് പറയാൻ പറ്റും. അതുപോലെ ഇൻ ജിഇതനി, നീ എന്റെ അടുക്കൽ വന്നാൽ, അത് മാത്രം പറഞ്ഞവനോട് നീ സാദിക്കാണ് കാദിബാണ് രണ്ടും പറയാൻ പറ്റൂല. അതേസമയത്ത് ഇന്നൊഴിവാക്കി ജിഇതനി, നീ എന്റെ അടുക്കൽ വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ എന്നോട് അവനിക്ക് പറയാം, ഏത് ശരിയല്ല, നീ പറഞ്ഞത് നീ സാദിക്കാണ് അല്ലെങ്കിൽ കാദിബാണെന്ന് അവനോട് ആ വാക്കിലേക്ക് നോക്കിയിട്ട്, യഥാർത്ഥം എന്താണ് എന്നല്ല, വന്നോ വന്നില്ല അതല്ല, ആ വാക്കിലേക്ക് നോക്കിയിട്ട് സിദ്ഖിനുക്കും കദിബിനുക്കും ഇഹ്തിമാലുണ്ട് ജിഇതനി എന്ന് പറഞ്ഞത്. അപ്പോൾ അദാത്ത് അതിനെ പുറപ്പെടുവിച്ചു, അനിൽ ഖബരിയത്തി വഹിത്തിമാലി സിദ്ഖി വൽ കദിബി, സിദ്ഖിനും കദിബിനും ഇഹ്തിമാലാവലിനെ തൊട്ടും അദാത്ത് അതിനെ പുറപ്പെടുവിച്ചു. പിന്നെ ഒമായുക്കാലു, അതായത് മന്തിക്കിന്റെ ഭാഷയിൽ ശർഹ് തഹ്ദീബ് 33-ാം പേജിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത്? വത്തറുഫ ശർത്തിയ്യത്തി ഫിൽ അസിലി, ഷർത്തിയായ ഖളിയുടെ രണ്ട് തൊറഫ് എന്ന് പറഞ്ഞാൽ എന്താണത്? ഷർത്തും ജവാബും, മുഖദ്ദമും താലിം എന്ന് പറയും.
അവരുടെ ഭാഷയിൽ എങ്ങനെയാണല്ലോ വയുസമ്മൽ ജുസുഉൽ അവ്വൽ മുഖദ്ദമൻ വസ്സാനി താലി എന്ന രണ്ടാമത്തെ എനിക്ക് താലി. അപ്പോ അതാണ് രണ്ട് തൊറഫ്. അത് ഫിൽ അസിലിൽ രണ്ട് തൊറഫും ജവാബും ഷർത്തും ജവാബും ഖദിയത്താനി ഹംലിയത്താനി ഔ മുത്തസിലത്താനി ഔ മുൻഫസിലത്താനി ഔ മുഖ്തലിഫത്താനി ഇല്ലാ അന്നഹുമാ ആ രണ്ട് തൊറഫ് ഖറജത്ത അത് രണ്ടും പുറപ്പെട്ടു ബിസിയാദത്തിൽ ഇത്തിസാലി വല്ലിൻഫിസാലി അനിത്തമാമി തമാമിനെ തൊട്ട് ഇത്തിസാലി ഇൻഫിസാലിന്റെ സിയാദത്ത് കൊണ്ട് തമാമിനെ തൊട്ട് പുറപ്പെട്ടു എന്നാ രണ്ടും പുറപ്പെട്ടു എന്നാ പറയുന്നത്. മന്ദിക്കിന്റെ ഭാഷയിൽ ഷർത്തും ജവാബും ഖബരിയത്തിനെ തൊട്ടും ഇൻഷായിയത്തിനെ തൊട്ടും ഓരോന്നും പുറപ്പെട്ടു. മജ്മു ആണ് ഇവിടെ കലാമ് എന്നാണ് അവരുടെ വാദം. അഹ്ലുൽ അറബിയ്യത്തിന്റെ ഉറുഫിൽ അങ്ങനെയല്ല. ജസാ അതാണ്, അത് ഖബറാണോ എന്നാൽ ജുംല ഒന്നായിട്ട് ഖബർ. ജസാ ഇൻഷാ ആണോ ജുംല ഒന്നായിട്ട് ഇൻഷായിയ ജുംലയാണ്. ഇവിടെ രണ്ടും പുറപ്പെട്ടു എന്നാ പറഞ്ഞത്. ഖറജത്ത ഇല്ല അന്നഹുമ ആ ഷർത്തും ജവാബും അതാണ് രണ്ട് തൊറഫ് മുഖദ്ദമും താലിയും. ശറഹ് തരീബ് 34 പേജ്. ശറഹ് തരീബല്ല മത്തിന്, തഹ്ദീബാണത്, മത്തിനാണത്, ശറഹല്ല മത്തിന്. ഖറജത്ത ബിസിയാദത്തിൽ ഇത്തിസാലി വല്ലിൻഫിസാലി അനിത്തമാമി തമാമിനെ തൊട്ട് പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഐ അൻ യസിഹ സുകൂത്തു അലൈഹിമാ അത് രണ്ടിന്റെ മേൽ സുക്കൂത്ത് സഹിയാകലിനെ തൊട്ട് പുറപ്പെട്ടു. വയഹ്തമില സിദ്ക വൽ കദിബ സിദ്ഖുക്കും കദിബിനുക്കും ഇഹ്തിമാവല്ല തൊട്ടും പുറപ്പെട്ടു എന്നാ ശറഹ് തരീബ് പറയും. മസലൻ കൗലുന അശംസു താലിഅത്തുൻ എന്ന് പറഞ്ഞത് എന്താണ്? മുറക്കബുൻ താമുൻ ഖബരിയുൻ മുഹ്തമിലുൽ സിദ്ഖി വൽ കദിബീന അശംസു താലിഅത്തുൻ വലാ നഅനി ബിൽ ഖളിയത്തി ഇല്ലാ ഹാദിഹി ഈ മുറക്കബ് താമിനെ അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കണില്ല. ഫൈദാ അദ്ഖൽത അലൈഹി അല്ലെങ്കിൽ ഫൈദാ ദഖലത്ത് അലൈഹി അദാത്തുൽ ഇത്തിസാലി ഇത്തിസാലിന്റെ അദാത്ത് അതിൽ കടന്നാൽ മസലൻ വ ഖുൽത ഇൻകാനത്തി ശംസു താലിയത്തൻ എന്ന് പറഞ്ഞാൽ ലം യസിഹ ഇനൈദിൻ അൻ യുസ്കത്ത അലൈഹി അതിന്റെ മേൽ സുക്കൂത്തിനിക്ക് പറ്റൂല. വലം യഹ്തമിൽ സിദ്ക വൽ കദിബ അത് സംഗതി അഹ്ലുൽ അർബിയ്യത്ത് അങ്ങനെ തന്നെ പറയുന്നത്. ബൽ ഇഹ്തജത ഇല അൻ തദുമ്മ ഇലൈഹി ഖൗലക ഫന്നഹാറു മൗജൂദുൻ അത് സംഗതി ശരിയല്ലേ. അത് അഹ്ലുൽ അർബിയ്യത്തിന്റെ തർക്കല്ല. അശംസു താലിയത്തും താമായ മുറക്കബാണ്. അവിടെ ഇന്ന് കിടന്നാൽ സുക്കൂത്തിനിക്ക് പറ്റൂല എന്നുള്ളത് അഹ്ലുൽ അർബിയ്യത്തും പറയുന്നുണ്ട്. അതിലേക്ക് ഫന്നഹാറു മൗജൂദ് കൂടണം. പക്ഷെ ഫന്നഹാറു മൗജൂദുൻ എന്നുള്ളത് ഒരു മുറക്കബായ അതെന്താണ്? അത് ഖബരിയ ജുംലയാണെന്ന് അഹ്ലുൽ അറബിയ്യത്ത് പറയുന്നു, മന്ദിക്കി പറയുന്നു. അതെന്താ? ഒന്നായിട്ടാണ് ഖബരിയ ജുംല അല്ലെങ്കിൽ ഇൻഷായ ജുംല എന്ന് പറയുന്നത്. അതാ ഇനി പറയുന്നത് ഒമായുക്കാലു പറയപ്പെടുന്ന ഒന്ന് മിൻ അന്ന കുല്ലം മിന ശർത്തി വൽ ജസായി ഷർത്ത് ജസായിൽ ഓരോന്നും ഖാരിജുൻ അനിൽ ഖബരിയത്തി ഖബരിയത്തിനെ തൊട്ട് പുറപ്പെട്ടതാണ്. അതായത് കുല്ലമാ കാന്തി ശംസു താലിയത്തൻ ഫന്നഹാറു മൗജൂദുൻ രണ്ടും എന്നാണ് അസ്ലിൽ ഖബരിയായ ജുംലയാണല്ലോ. അപ്പോ ഓരോന്നെന്തായി ഖബരിയത്തിനെ തൊട്ട് പുറപ്പെട്ടു. കുല്ലമ അവിടെ കടന്നതുകൊണ്ട് വഹ്തിമാലി സിദ്ഖി വൽ കദിബി സിദ്ഖിനും കദിബിനും ഇഹ്തിമാലാവലിനെ തൊട്ടും പുറപ്പെട്ടു. വഇന്നമൽ ഖബറു ഹുവ മജ്മൂഉ ശർത്തി വൽ ജസായി ഷർത്ത് ജസാഇന്റെ മജ്മൂ ആണ്. രണ്ടും കൂടി ആണ് ഇവിടെ ഖബർ. അൽ മഹ്കൂമി ഫീഹി ആ ഖബറിൽ ഹുക്മ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ബിലുസൂമി സാനിലിൽ അവലി രണ്ടാമത്തത് ഒന്നാമത്തതിന് ലാസിമാവലുകൊണ്ട്. അതായത് ജവാബ് അതായത് താലി മുഖദ്ദമിനിക്ക് ലാസിമാവലുകൊണ്ട് ഹുക്മ് ചെയ്യപ്പെട്ടതായ
ഷർത്ത് ജസാഇന്റെ മജ്മു ആണ് ഖബർ എന്ന മായുക്കാലു. മനസ്സിലായില്ലേ? മായുക്കാലു പറയപ്പെട്ട ഒന്ന് എന്ത്? മിൻ അന്ന കുല്ലം മിന ഷർത്തി വൽ ജസായി, ഷർത്ത് ജസായിൽ നിന്ന് ഓരോന്നും ഖാരിജുൻ പുറപ്പെട്ടതാണ്, അനിൽ ഖബരിയ്യ, ഖബരിയ്യത്തിനെ തൊട്ട് പുറപ്പെട്ടതാണ്. ഓരോന്നും രണ്ടും കൂടിയ മജ്മു ആണ് ഇവിടെ ഖബർ. ഓരോന്നും എന്തല്ല ഖബറല്ല. അഹ്ലുൽ അർബിയത്തിന്റെ അടുക്കൽ ജസാഇ ഖബറാണ്. ജസായില് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണല്ലോ. ജസാഇ ഖബറാണോ എന്നാ ജുംല ഖബറാണ്. ജസാ ഇൻഷാ ആണോ എന്ന ജുംല ഇൻഷായിയ ജുംലയാണ് എന്നാണ് അഹ്ലുൽ അർബിയത്തിന്റെ ഭാഷ. ഇവിടെ പറയുന്നത് മന്തിക്കിന്റെ ലുഗത്താണ്. ഹുമായുക്കാലു മിന്നന്ന കുല്ലം മിന ഷർത്തി വൽ ജസായി, ഓരോന്നും ഖാരിജും അനിൽ ഖബരിയത്തി, ഖബരിയത്തിനെ തൊട്ട് പുറപ്പെട്ടതാണ്. വഹിത്തിമാലി സിദ്ഖി വൽ കദിബി, സിദ്ഖിനും കദിബിനും ഇഹ്തിമാലാവല്ല തൊട്ടും പുറപ്പെട്ടതാണ്. വഇന്നമൽ ഖബറു, ഖബർ ഹുവ മജ്മുഉ ഷർത്തി വൽ ജസായി, ഷർത്തിന്റെയും ജസായിന്റെയും മജ്മു ആണ് ഖബർ. എങ്ങനത്തെ ഖബർ അല്ലെങ്കിൽ എങ്ങനത്തെ മജ്മു? അൽ മഹ്കൂ ഹുവ മജ്മുഉ ഷർത്തി വൽ ജസായി വഇന്നമൽ ഖബറു ഹുവ മജ്മുഉ ഷർത്തി വൽ ജസായി അൽ മഹ്കൂമു ഫീഹി. ആ ഖബറിൽ ഹുക്മ ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ? ഇന്നമൽ ഖബറു, തീർച്ചയായിട്ടും ഖബറാകുന്നത് ഹുവ മജ്മുഉ ഷർത്തി വൽ ജസായി, ഷർത്ത് ജസായിന്റെ മജ്മുഉ മാത്രമാണ്. ഇന്നമ കൊണ്ട് അസറുണ്ടാവുമല്ലോ. ഇന്നമൽ ഖബറു, തീർച്ചയായിട്ടും ഖബർ ഹുവ മജ്മുഉ ഷർത്തി വൽ ജസായി, ഷർത്ത് ജസായിന്റെ മജ്മുഉ മാത്രമാണ്. എങ്ങനത്തെ മജ്മുഉ അല്ലെങ്കിൽ എങ്ങനത്തെ ഖബർ? അൽ മഹ്കൂമു ഫീഹി, ആ ഖബറിൽ അല്ലെങ്കിൽ ആ മജ്മുഇൽ ഹുക്മ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബിലുസൂമി സാനി ലിൽ അവ്വലി, സാനി അവ്വലിന് ലാസിമാവൽ കൊണ്ട് ഹുക്മ ചെയ്യപ്പെട്ട ആ മജ്മു ആണ് ഖബർ. അത് ഫഇന്നമാ ഹുവ ഇഅ്തിബാറുൽ മന്തിഖിയ്യീന, അത് മന്തിഖിയ്യിന്റെ ഇഅ്തിബാറാണ്, ഇഅ്തിബാർ മാത്രമാണ്. അഹ്ലുൽ അറബിയ്യത്തിന്റെ ഇഅ്തിബാറല്ല, മന്തിഖിയ്യിന്റെ ഇഅ്തിബാർ മാത്രമാണ്. അവിടെ ഇന്നമല്ലോണ്ട് ഹസർ വേണം. ഇന്നമൽ ഖബറു, തീർച്ചയായിട്ടും ഖബർ ഹുവ മജ്മുഉ ഷർത്തി വൽ ജസാ, ഷർത്ത് ജസാ മാത്രമാണ് ഖബർ എന്നാണല്ലോ പറഞ്ഞത്. അഹ്ലുൽ അർബിയത്ത് അങ്ങനല്ല. ജസാ ഷർത്താണോ എന്നാൽ ജുംല ഒന്നായിട്ട്, അല്ല ജസാ ഷർത്താണോ എന്നല്ല, ജസാ ഖബറാണോ എന്ന ജുംല ഒന്നായിട്ട് ഖബരിയ ജുംല, ജസാ ഇൻഷാ ആണോ എന്ന ജുംല ഇൻഷായിയെ. ഇവിടെ പറയുന്നത് അതല്ല, ആ മജ്മു ആണ് ഖബർ. എന്നിട്ട് പറയട്ടെ, ഫമഫ്ഹൂമു ഖൗലിന, നമ്മുടെ ഖൗലിന്റെ മഅനയാകുന്നത് കുല്ലമാ കാനത്തി ശംസു താലിയത്തൻ ഫന്നഹാറു മൗജൂദുൻ, ശംസു ഉദിക്കുമ്പോഴെല്ലാം നഹാറു മൗജൂദാണ് എന്ന് പറഞ്ഞത് ബിഇത്തിബാരി അഹ്ലിൽ അറബിയ്യത്തി, അഹ്ലുൽ അറബിയ്യത്തിന്റെ ഇത്തിബാർ അനുസരിച്ച്, അൽ ഹുക്മു ബി വുജൂദിൻ നഹാരി, നഹാറിന്റെ വുജൂദ് കൊണ്ട് ഹുക്മ ചെയ്യലാണ്. ഫീ കുല്ലി വഖ്തിൻ മിൻ ഔഖാത്തി തുലൂഇ ശംസി, ശംസ് ഉദിക്കുന്ന ടൈമുകളിൽ നിന്നുള്ള ഓരോ ടൈമിലും, ശംസ് ഉദിക്കുന്ന വഖ്തുകളിൽ നിന്നുള്ള ഓരോ വഖ്തിലും നഹാറിന്റെ വുജൂദ് കൊണ്ട് ഹുക്മ ചെയ്യലാണ്. ശംസ് ഉദിക്കുന്ന വഖ്തുകളിൽ നിന്നുള്ള ഓരോ വഖ്തിലും നഹാറിന്റെ വുജൂദ് കൊണ്ട് ഹുക്മ ചെയ്യലാണ്. ഫൽ മഹ്കൂമു അലൈഹി, അപ്പോൾ മഹ്കൂമു അലൈഹി ആകുന്നത് ഹുവൻ നഹാറു, അത് നഹാറാകുന്നു. ഫന്നഹാറു മൗജൂദ്. വൽ മഹ്കൂമു ബിഹി, മഹ്കൂമു ബിഹി ഹുവൽ മൗജൂദു, അത് മൗജൂദാണ്. ഇവിടെ മഹ്കൂമു അലൈഹി മഹ്കൂമു ബിഹി അതാണ്. ജസാ ആണ് മഹ്കൂമ്, ജസായിലുള്ള മഹ്കൂമു അലൈഹി മഹ്കൂമു ബിഹി ആണ് ഇത്തിബാർ ചെയ്യുന്നത്, മറ്റത് ഖൈദ് മാത്രമാണ്. വബിഇത്തിബാരിൽ മന്തിഖിയ്യീന, മന്തിഖിയാക്കളുടെ ഇത്തിബാർ അനുസരിച്ച്, അൽ ഹുക്മു ബിലുസൂമി വുജൂദിൻ നഹാരി ബിതുലൂഇ ശംസി,
നഹാറിന്റെ വുജൂദ് ലാസിമാവല് കൊണ്ട് ഹുക്മ ചെയ്യലാണ്. ബിതുലൂഇ ശംസി, ശംസ് താലി ആവലിനോട്, ശംസിന്റെ തുലൂഇന്റെ കാരണമായി നഹാറിന്റെ വുജൂദ് ലാസിമാവല് കൊണ്ട് ഹുക്മ ചെയ്യലാണ്. അതാണ് മന്ദിക്കിന്റെ ഇത്തിബാർ. അൽ ഹുക്മു ബിൽ ലുസൂമി വുജൂദിൻ നഹാരി, നഹാറിന്റെ വുജൂദ് ലാസിമാവല് കൊണ്ട് ഹുക്മ ചെയ്യലാണ്. ബിതുലൂഇ ശംസി, ശംസിന്റെ തുലൂഇന്റെ കാരണം കൊണ്ട്. ഫൽ മഹ്കൂമു അലൈഹി, മന്ദിക്കിന്റെ ഇത്തിബാർ അനുസരിച്ച് മഹ്കൂമു അലൈഹി തുലൂഉ ശംസാണ്. വൽ മഹ്കൂമു ബിഹി വുജൂദുൻ നഹാർ, വുജൂദുൻ നഹാറുമാണ്. അപ്പോൾ അവരുടെ അടുക്കൽ എന്തല്ല, ഈ ഷർത്ത് മുഖസ്സിസ് അല്ല, അതിന് മഫ്ഹൂമും മുഖാലഫയും ഇല്ല. ആ സമയത്ത് തുലൂഉ ശംസ് ഇല്ലെങ്കിൽ വുജൂദുൻ നഹാർ ഉണ്ടാവൂല. അഹ്ലുൽ അറബിയ്യത്തിന്റെ അടുക്കലോ കുല്ലമാ കാനത്തി ശംസു, അല്ലേ, ഉദാഹരണമാണല്ലോ ഇവിടെ. കുല്ലമാ കാനത്തി ശംസു താലിയത്തൻ ഫന്നഹാറു മൗജൂദുൻ, അന്നഹാറു മൗജൂദുൻ എന്നുള്ളത് നഹാറ് മൗജൂദാണ്, ഇത് ആമാണ്. എപ്പോഴും നഹാറ് മൗജൂദാണെന്ന് അതിന്റെ ലാഹിർ അർത്ഥം. അതിനൊരു കൈത് കൊടുത്തു. എപ്പോഴ് ശംസ് ഉദിക്കുമ്പോഴൊക്കെ ഒരു കൈത് കൊടുത്തു. ആ കൈത് കൊണ്ടെന്ന് മനസ്സിലായി, ശംസ് ഉദിക്കാത്തപ്പോൾ നഹാറില്ല എന്ന് മഫ്ഹൂമു മുഖാലഫ ഉണ്ടാവും. മന്ദിക്കിന്റെ അടുക്കൽ മഫ്ഹൂമു മുഖാലഫയില്ല, അതിന് മഫ്ഹൂമു മുഖാലഫയില്ല, അവിടെ ഷർത്തില്ല. കാരണം ഒരു ഹുക്കുമിനക്ക് ഷർത്ത് കൊണ്ട് കൈത് കൊടുത്തിട്ടില്ല. ഷർത്തുണ്ട്, പക്ഷെ ആ ഷർത്ത് ഇവിടെ കലാമിന്റെ റുക്നാണ്. മന്ദിക്കിന്റെ അടുക്കൽ, അഹ്ലുൽ അറബിയ്യത്തിന്റെ അടുക്കൽ അത് ഫളലയാണ്, കൈത് മാത്രമാണ്, ഹുക്കുമിൽ ദഖലില്ല എന്ന് ചുരുക്കം. ഇൻഷാ അല്ലാഹ്. ഫകം മിൻ ഫർഖിൻ ബൈനൽ ഇഅ്തിബാറൈനി, രണ്ട് ഇഅ്തിബാറിന്റെ ഇടയിൽ, അഹ്ലുൽ അറബിയ്യത്തിന്റെ ഇഅ്തിബാറിന്റെ ഇടയിലും മന്ദിക്കിന്റെ ഇഅ്തിബാറിന്റെ ഇടയിലും ഒരുപാട് എത്രയോ ഫർഖുണ്ട് എന്നാണ് മുസന്നിഫ് തങ്ങൾ പറയുന്നത്. ഇൻഷാ അല്ലാഹ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ.